ഹലോ, ഐ ആം സാജിയ സി.ടി. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്രോത്ത് സ്ട്രാറ്റജി ഫോളോഡ് ബൈ മൾട്ടിനാഷണൽ കമ്പനീസ് മുതൽ റോൾ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻ ഇന്ത്യ വരെ. അതിൽ ഗ്രോത്ത് സ്ട്രാറ്റജി, ഈ ഗ്രോത്ത് സ്ട്രാറ്റജി ഫോളോഡ് ബൈ MNCs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു MNCs അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ലോങ് ലൈഫിലേക്കുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ചില സ്ട്രാറ്റജീസാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് ഈ സ്ട്രാറ്റജീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ അച്ചീവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ നീഡ്സ്, കസ്റ്റമർ ഫങ്ഷൻസ് ഓർ ഓൾട്ടർനേറ്റീവ് ടെക്നോളജീസ്, ഇതൊക്കെ ജോയിൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള 4 എക്സ്പാൻഷൻ സ്ട്രാറ്റജീസാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എക്സ്പാൻഷൻ ത്രൂ കോൺസെൻട്രേഷൻ, സെക്കൻഡ് വൺ എക്സ്പാൻഷൻ ത്രൂ ഇൻ്റഗ്രേഷൻ, തേർഡ് വൺ എക്സ്പാൻഷൻ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ, ലാസ്റ്റ് വണ്ണാണ് എക്സ്പാൻഷൻ ത്രൂ കോപ്പറേഷൻ. അതിൽ ഫസ്റ്റ് വണ്ണായ എക്സ്പാൻഷൻ ത്രൂ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ ഫേമുകൾ അവരുടെ റിസോഴ്സസ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനെയാണ് എക്സ്പാൻഷൻ ത്രൂ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ഫെമിലിയറായിട്ട് നടക്കുന്നത് ഇൻഡസ്ട്രീസിലാണ്. അതിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വരുന്നത്. അവർ അൺനോൺ ബിസിനസ്സിലും നോൺ ബിസിനസ്സിലും അവർ ഈ ടൈപ്പ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. ഈ എക്സ്പാൻഷൻ ത്രൂ കോൺസെൻട്രേഷനെ വീണ്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഉണ്ട്: മാർക്കറ്റ് പെനിട്രേഷൻ, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വണ്ണായ മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ അവരുടെ സെയിം പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഇറക്കുകയാണ്. അപ്പോൾ അവരുടെ എന്ത് ചെയ്യും, സെയിം പ്രൊഡക്റ്റ് കൂടുതലായിട്ട് അവർ ഇറക്കുമ്പോൾ അവരുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യാനായിട്ട് ചെയ്യും. അതിനെയാണ് മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം പ്രൊഡക്റ്റ് തന്നെ ഒന്നിൽ കൂടുതൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റിലല്ലാതെ അതിൽ പുതിയ മാർക്കറ്റിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ കസ്റ്റമേഴ്സിനെ കൂടുതൽ പുതിയ കസ്റ്റമേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിക്കുന്നത്. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് സെല്ലിംഗ് ന്യൂ പ്രൊഡക്റ്റ്. അതായത് ഇവർ പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അവരിപ്പോൾ ഉള്ള മാർക്കറ്റിൽ തന്നെ അവരുടെ പുതിയ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അവരുടെ എന്ത് ചെയ്യും, അവരുടെ കസ്റ്റമേഴ്സിന് ഇവരുടെ പുതിയ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ ഈ കമ്പനിയോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് എ കോൺസെൻട്രേഷൻ സ്ട്രാറ്റജി. അതായത് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് കൊണ്ട് ചെറിയ രീതിയിലേക്ക് ചേഞ്ചസ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പെഷ്യലൈസ് ഗെയിനിങ് ഇൻ ഡെപ്ത് നോളജ് ഓഫ് ദി ബിസിനസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു ഡെപ്ത് നോളജ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും പ്രൊഡക്ടിവിറ്റിനെ കുറിച്ചിട്ടും ഓൾമോസ്റ്റ് ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ഒരു ഡെപ്ത് നോളജ് അവർക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നു. അതേപോലെ തന്നെ അവരുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യുന്നു. ഡിസിഷൻ മേക്കിംഗ് മെയ്ഡ് ഈസിലി, ദർ ഈസ് എ ഹൈ ലെവൽ പ്രൊഡക്ടിവിറ്റി. അവർ ഹൈ ലെവൽ പ്രൊഡക്ടിവിറ്റിയിലാവുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓർഗനൈസേഷനിൽ എടുക്കേണ്ട ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ സിസ്റ്റം ആൻഡ് പ്രോസസ്സ് വിത്തിൻ ദി ഫേം ബിക്കം ഫെമിലിയർ ടു ദി പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എടുക്കുന്ന സിസ്റ്റംസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് അവിടുത്തെ പീപ്പിളിന് പെട്ടെന്ന് തന്നെ ഫെമിലിയർ ആയിരിക്കുമെന്നാണ്, പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞത്. ഇനി പറഞ്ഞത് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ദി കോൺസെൻട്രേഷൻ സ്ട്രാറ്റജീസ്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് ഇറ്റ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ഓൺ വൺ ഇൻഡസ്ട്രി. അതായത് ഓരോ ഫേമും ഓരോ ഇൻഡസ്ട്രീനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഫെമിലിയർ ആയിട്ട് എവിടെ യൂസ് ചെയ്യുന്നത്, ഇൻഡസ്ട്രീസിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഫേമും എന്തായിരിക്കും, ഇൻഡസ്ട്രീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവും. ആ ഇൻഡസ്ട്രീസിന് എന്തെങ്കിലും മോശമായ കണ്ടീഷനാണ് ഉള്ളത് എങ്കിൽ അത് ആ ഫേമിനെ കൂടി എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഫാക്ടേഴ്സ് സച്ച് എ പ്രൊഡക്റ്റ് ഒബ്സലൻസ്. അതായത് അതിനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് ഒബ്സലൻസസ്, ഫിറ്റ്നെസ് ഓഫ് മാർക്കറ്റ്, എമർജൻസ് ഓഫ് എ ന്യൂ ഇയർ ടെക്നോളജീസ്
ആ ത്രെഡ് ടു കോൺസെൻട്രേറ്റ് ഫേം. ഇതൊന്നും ആ ഫേം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ മൂന്നാമത്തെ പോയിൻ്റാണ് പറഞ്ഞത്, മാനേജേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു സബ്സ്റ്റെയിൻ ഇൻട്രസ്റ്റ് ആൻഡ് ഫൈൻഡ് ദി വർക്ക് ലെസ് ചലഞ്ചിങ്. പിന്നെ നാലാമത്തെ പോയിൻ്റാണ് പറഞ്ഞത്, വിച്ച് മേ ലീഡ് ടു ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ്. ഇത് ഒരുപാട് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ മെയിൻ സ്ട്രാറ്റജിയാണ് പറയാൻ പോകുന്നത്, അത് എക്സ്പാൻഷൻ ത്രൂ ഇൻ്റഗ്രേഷൻ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഓൾറെഡി ഉള്ള ഡെഫിനിഷൻ അതിനെ ഒന്നും കൂടി വൈഡൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ബിസിനസ്സിൻ്റെ സ്കോപ്പ് വലുതാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു തരം സ്ട്രാറ്റജിയാണ് എക്സ്പാൻഷൻ ത്രൂ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇറ്റ് ഈസ് എ കോംബി ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദി പ്രസൻറ്റ് ആക്ടിവിറ്റി ഓഫ് എ ഫേം. സച്ച് എ കോമ്പിനേഷൻ മേ ബി ഡൺ ത്രൂ ദി വാല്യൂ ഓഫ് ചെയിൻ. അതായത് ഇപ്പോൾ ഉള്ള ആക്ടിവിറ്റീസിനെ കൂടി കൂടുതൽ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരുടെ വാല്യൂ ഓഫ് ചെയിന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എ വാല്യൂ ഓഫ് ചെയിൻ ഈസ് എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് ആക്ടിവിറ്റി പെർഫോംഡ് ബൈ എൻ ഓർഗനൈസേഷൻ റൈറ്റ് ഫ്രം ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് എ ബേസിക് റോ മെറ്റീരിയൽ ഡൗൺ ടു ദി മാർക്കറ്റിംഗ് ഓഫ് എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ടു ദി അൾട്ടിമേറ്റഡ് കസ്റ്റമേഴ്സിൽ. ഇതൊക്കെ ഒന്ന് കൂടുതൽ പ്രോഗ്രാംസും അതേപോലെ തന്നെ ചേഞ്ചസും വരുത്തിയിട്ട് അവരുടെ അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് പെട്ടെന്ന് എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഇതിനെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ. ഈ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when an organization start making new product that is served to its own needs, vertical integration take place. അതായത് അവരുടെ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ സ്വന്തമായിട്ട് തന്നെ അവർ ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷന് തന്നെ രണ്ട് തരത്തിലുണ്ട്, ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ. ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ മൂവിങ് ബാക്ക് ടു ദി റിസോഴ്സസ്, അതായത് റിസോഴ്സിലേക്ക് പോയിക്കൊണ്ട് പുതിയ പ്രൊഡക്ഷൻ നടത്തുന്നതിനെയാണ് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പറയാം. ഫോർവേഡ് ഇൻ്റഗ്രേഷൻ മൂവ് ദി ഓർഗനൈസേഷൻ നിയർ ടു ദി അൾട്ടിമേറ്റ് കസ്റ്റമേഴ്സ്. അവർ കസ്റ്റമേഴ്സിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു തരത്തിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും നടത്തുന്നതിനാണ് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനിൽ പറയുന്നതാണ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ എന്നാണ് അതിനെ പറയുന്നത്. ഇനി ഹൊറിസോണ്ടൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when an organization take up the same type of product at the same level of production on the marketing process. ഇതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് തന്നെ അതേ പ്രൊഡക്ഷൻ രീതിയിലും അതേ മാർക്കറ്റിംഗ് പ്രോസസ്സിലും തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് സെയിം ലെവലിന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവർ പുതിയ മാർക്കറ്റിൽ എത്തിക്കുക. അതായത് ഇത് നമുക്ക് പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന, അതേപോലെ തന്നെ നമ്മളിപ്പോൾ സെല്ല് ചെയ്യുന്ന ജിയോഗ്രഫിക്കൽ ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റീവ് ബിസിനസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് എക്സ്പാൻഷൻ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പറയുന്നതുമായ ഒരു സ്ട്രാറ്റജിയാണ് ഡൈവേഴ്സിഫിക്കേഷൻ, എക്സ്പാൻഷൻ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ദി സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഇൻ ദി ബിസിനസ് ഡെഫിനിഷൻ. അതായത് അഡീഷണൽ ആയിട്ട് ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി നമ്മളെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ ഡെഫിനിഷനിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് എക്സ്പാൻഷൻ ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ. അതിനെ രണ്ടായിട്ട് പറയുന്നുണ്ട്, കോൺസെൻട്രിക് ആൻഡ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഈ കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when an organization takes up the activity such a manner is related to the existing business definition. അതായത് എക്സിസ്റ്റിംഗ് ഡെഫിനിഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിക്കാണ് പറയുന്നത് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. അതിൽ 3 ടൈപ്സ് പറയുന്നുണ്ട്, മാർക്കറ്റിംഗ് റിലേറ്റഡ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ, അതുപോലെ തന്നെ ടെക്നോളജി റിലേറ്റഡ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ, മാർക്കറ്റിംഗ് ടെക്നോളജി റിലേറ്റഡ് കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ. അതിൽ രണ്ടാമത്തെ മെയിൻ പോയിൻ്റാണ് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി കോൺസെൻട്രിക് ഡൈവേഴ്സിഫിക്കേഷൻ
അതുപോലെ തന്നെ when an organization adopts a strategy with requires taking activities unrelated existing business definition, അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ എക്സിസ്റ്റിംഗ് ബിസിനസ്സുമായിട്ട് യാതൊരുവിധ തരത്തിലും റിലേറ്റഡ് അല്ലാത്ത ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് ചേഞ്ചസും വരുത്തിക്കൊണ്ട് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത് കോൺഗ്ലോമറേറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മെയിൻ പോയിൻ്റാണ് എക്സ്പാൻഷൻ ത്രൂ കോർപ്പറേഷൻ. അതായത് ഒന്ന് രണ്ട് കമ്പനികൾ തമ്മിൽ കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് തമ്മിൽ മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് എക്സ്പാൻഷൻ ത്രൂ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെർജേഴ്സ്, ടേക്ക് ഓവേഴ്സ്, ജോയിൻറ്റ് വെഞ്ചേഴ്സ്. ഈ മെർജർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ചില കാരണങ്ങൾ കൊണ്ട് രണ്ട് ബിസിനസ്സുകൾ തമ്മിൽ അക്യൂർ ചെയ്യുക, അതായത് ഒരു കമ്പനി വേറൊരു കമ്പനി അക്യൂർ ചെയ്യുക. ആ അക്യൂർ ചെയ്യുന്ന സമയത്ത് പണ്ടേ അവരുടെ അസറ്റും ലയബിലിറ്റീസും ഷെയർസും ക്യാഷും ഒക്കെ ഒരു കമ്പനിയുടെയും അക്യൂർ ചെയ്യും. എന്നിട്ട് അവർ തമ്മിൽ കൂടിച്ചേർന്നുകൊണ്ട് പിന്നീട് ബിസിനസ് നടത്തുന്നതിനെയാണ് മെർജിങ് സ്ട്രാറ്റജി എന്ന് പറയാം. ഈ മെർജിങ് സ്ട്രാറ്റജി ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും പുതിയ ഒരു കമ്പനിയായിട്ട് പിന്നീട് അങ്ങോട്ട് ഒരു പുതിയ കമ്പനിയുടെ പേരിലായിരിക്കും അവരെന്ത് ചെയ്യാം, പുതിയ സ്റ്റോക്കൊക്കെ ഇഷ്യൂ ചെയ്യാം. അത്തരത്തിലുള്ള മെർജിങ് സ്ട്രാറ്റജീസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ തന്നെ 4 തരത്തിൽ പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ മെർജേഴ്സും, വെർട്ടിക്കൽ മെർജേഴ്സ്, കോൺസെൻട്രിക് മെർജേഴ്സ്, കോൺഗ്ലോമറേറ്റ് മെർജേഴ്സ്. ഈ ഹൊറിസോണ്ടൽ മെർജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള ഒരു ഫുട്വെയർ കമ്പനി ആണെങ്കിൽ ആ ഫുട്വെയർ കമ്പനി അതേ തരത്തിൽ വേറൊരു ഫുട്വെയർ കമ്പനീനെയാണ് അക്യൂർ ചെയ്യുന്നത്. അതായത് സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ഉള്ള രണ്ട് കമ്പനികൾ തമ്മിൽ അക്യൂർ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും, ഹൊറിസോണ്ടൽ മെർജേഴ്സ് എന്ന് പറയും. ഇനി വെർട്ടിക്കൽ മെർജേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ലാത്ത രണ്ട് തരത്തിലുള്ള കമ്പനി നമ്മൾ അക്യൂർ ചെയ്യുക. ചിലപ്പോൾ ഒന്ന് ഒരു ഫുട്വെയർ കമ്പനിയും അല്ലെങ്കിൽ അത് വേറൊരു തരത്തിലുള്ള ഒരു കമ്പനികൾ തമ്മിൽ അക്യൂർ ചെയ്യുന്നതിനാണ് വെർട്ടിക്കൽ മെർജേഴ്സ് എന്ന് പറയാം. ഇനി കോൺസെൻട്രിക് മെർജേഴ്സ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെറുതായിട്ട് റിലേറ്റഡ് ആയിരിക്കും. രണ്ട് ബിസിനസ് അക്യൂർ ചെയ്യുന്ന ബിസിനസ് തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഫുട്വെയർ കമ്പനി അക്യൂർ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെതർ, ബാഗ്, സോക്സ്, അതുപോലെ തന്നെ പേഴ്സ്, ഇതൊക്കെ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബിസിനസ്സുകളാണ്. ഇവർ തമ്മിൽ അക്യൂർ ചെയ്യുന്നതിനെയാണ് കോൺസെൻട്രിക് മെർജേഴ്സ് എന്ന് പറയാം. ഇനി കോൺഗ്ലോമറേറ്റ് മെർജേഴ്സ് പറഞ്ഞാൽ യാതൊരു വിധത്തിലും റിലേറ്റഡ് അല്ലാത്ത അൺറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് കമ്പനികൾ തമ്മിൽ അക്യൂർ ചെയ്യുന്നതിനെയാണ് കോൺഗ്ലോമറേറ്റ് മെർജേഴ്സ് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫുട്വെയർ കമ്പനിയും അതേപോലെ തന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫേമും തമ്മിലാണ് അക്യൂർ ചെയ്യുന്നത്. അതിന് നമ്മൾ അത്തരത്തിലുള്ള അക്യൂറും മെർജേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, കോൺഗ്ലോമറേറ്റ് മെർജേഴ്സ് എന്ന് പറയാം. ഇനി അതിൽ സെക്കൻഡ് വണ്ണാണ് പറഞ്ഞത് ടേക്ക് ഓവർ സ്ട്രാറ്റജി. ഈ ടേക്ക് ഓവർ സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇന്ത്യയിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നതും അഡോപ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ടേക്ക് ഓവർ സ്ട്രാറ്റജിയാണ്. കാരണം ഒരു കമ്പനി മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യാം, അതായത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട്. ഈ ഏറ്റെടുക്കുന്നതിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ലി ടേക്ക് ഓവേഴ്സും ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സും. ഫ്രണ്ട്ലി ടേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേക്ക് ഓവർ നോട്ട് റെസിസ്റ്റഡ് ഓർ ഓപ്പോസിറ്റ്, അതായത് ഒരു എക്സിസ്റ്റിംഗ് മാനേജ്മെൻറ്റും സെയിം പ്രൊഫഷണലും ഉള്ള അതേ തരത്തിലുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മളൊന്ന് ഫ്രണ്ട്ലി ടേക്ക് ഓവർ എന്ന് പറയും. അതായത് ഇപ്പോൾ ടീ ഉള്ള ഒരു കമ്പനിയാണെങ്കിൽ ഒരു കോഫി കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുന്നത്. പിന്നെ ഹോസ്റ്റൈൽ ടേക്ക് ഓവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പ്രൊഫഷനോ എക്സിസ്റ്റിംഗ് മാനേജ്മെൻറ്റ് നോട്ട് എക്സിസ്റ്റിംഗ് മാനേജ്മെൻറ്റും തമ്മിൽ പുതിയ മാനേജ്മെൻറ്റും പുതിയ പ്രൊഫഷണലും ഒക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അടുത്തതാണ് ജോയിൻറ്റ് വെഞ്ചർ സ്ട്രാറ്റജി. ഒരു കേസസിന് വേണ്ടിയിട്ട് അവർ താൽക്കാലികമായിട്ട് മെർജ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ജോയിൻറ്റ് വെഞ്ചർ സ്ട്രാറ്റജി പറയും. ഒരു സ്പെഷ്യൽ പർപ്പസ് നേടിയെടുക്കാൻ വേണ്ടി കുറച്ച് കാലത്തേക്ക് താൽക്കാലികമായിട്ട് രണ്ട് കമ്പനികൾ അക്യൂർ ചെയ്യുകയും മെർജ് ചെയ്യുന്നതിനെയാണ് ജോയിൻറ്റ് വെഞ്ചർ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്രോബ്ലംസ് ബ്രോട്ട് ബൈ MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് കൊണ്ടുവന്ന പ്രോബ്ലംസ് ആണ് പറഞ്ഞത്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് വൺ. ഈ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ
ഒരു ഹോസ്റ്റ് കൺട്രി അതിൻ്റെ ബ്രാഞ്ചസ് മറ്റ് രാജ്യങ്ങളിൽ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും അവർക്ക് പ്രോഫിറ്റാണ്. അതായത് ആ ഹോസ്റ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹോസ്റ്റ് കൺട്രീസിൻ്റെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. അത് ഒരു പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇൻഫ്ലുവൻസസ് വിത്ത് ദി എക്കണോമിക് സോവറിറ്റി ഓഫ് ദി ഹോസ്റ്റ് കൺട്രി. മൂന്നാമത്തേന് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി അറ്റ് ഹൈ കോസ്റ്റ്. അതായത് നമ്മൾ ഹോസ്റ്റ് കൺട്രി അതിൻ്റെ മറ്റുള്ള ബ്രാഞ്ചസിലേക്ക് ടെക്നോളജീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഏറ്റവും ഹൈ കോസ്റ്റുള്ള ടെക്നോളജീസ് ആയിരിക്കും അവർ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ സ്ട്രെയിൻ ഓൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അതായത് ഒരു ഹോസ്റ്റ് കൺട്രീസിലേക്കുള്ള ഫീസ് പേയ്മെൻറ്റും അതേപോലെ തന്നെ ഫണ്ടും റിസോഴ്സസൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പറഞ്ഞത് ഹൈ റിസ്ക്കും അതേപോലെ തന്നെ കുറച്ച് സ്ട്രെയിൻ ഉള്ള കാര്യമാണ്. പിന്നെ 5ാമത്തെ പോയിൻ്റാണ് പ്രൊമോട്ട്സ് റീജിയണൽ ഡിസ്പാരിറ്റീസ്. അതായത് റീജിയണൽ തമ്മിൽ പ്രാദേശികമായിട്ടുള്ള ഒരു ഡിസ്പാരിറ്റീസ്, ഒരു വേർതിരിവ് ഈ മൾട്ടിനാഷണൽ കമ്പനീസ് വന്നതോട് കൂടിയിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത കമ്പനികളും അതേപോലെ ഐലാൻഡ് തുടങ്ങിയതൊക്കെ അൺഡെവലപ്ഡ് ആയിട്ട് ഓഷ്യനിൽ അണ്ടർ ആയിട്ടാണ് ഇപ്പോഴും കാണുന്നതാണ് പറഞ്ഞത്. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ലേബർ. അതായത് അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസിലെ ലേബേഴ്സ് ചീപ്പായിട്ട് അവൈലബിൾ ആവും എന്ന കാരണം കൊണ്ട് തന്നെ അവർ ലേബേഴ്സിനെ കൂടുതലായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞതാണ് ലോസ് കൾച്ചർ എന്ന് പറയുമ്പോൾ അനദർ ത്രെറ്റ് ഫേസ്ഡ് ബൈ ദി ഹോസ്റ്റ് കൺട്രി ഈസ് ദി ലോസ് ഓഫ് ഇറ്റ്സ് കൾച്ചറൽ മോർണിങ്സ്. ഹോസ്റ്റ് കൺട്രീസിൻ്റെ അത്ര തന്നെ കൾച്ചർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല മറ്റ് രാജ്യങ്ങളിൽ. പിന്നെ ക്രിയേഷൻ ഓഫ് എ മൊണോപ്പൊളീസ്. ഇത് ലോക്കൽ കോമ്പറ്റീറ്റേഴ്സ്, അത് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ലോക്കൽ കോമ്പറ്റീറ്റേഴ്സിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് മൊണോപ്പൊളി എന്നുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ലാസ്റ്റ് 9ാമത്തെ പറഞ്ഞതാണ് കറപ്ഷൻസ്. ഈ മൾട്ടിനാഷണൽ കമ്പനി റിസോർട്ട് ടു അൺഡിസൈറബിൾ ആൻഡ് കറപ്റ്റ് പ്രാക്ടീസ് ഇൻ ദെയർ ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് അവരുടെ ബിസിനസ് ഓപ്പറേഷനിൽ കൂടുതലായിട്ട് കറപ്ഷൻസും നടത്തുന്നുണ്ട്. അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണെന്നാണ് പറഞ്ഞത്. 10ാമത്താണ് ഡിപ്ലീഷൻ ഓഫ് എ നാച്ചുറൽ റിസോഴ്സസ്. അത് നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ ഉപയോഗം കൂടുന്നത് കൊണ്ടും നാച്ചുറൽ റിസോഴ്സിന് അവിടെ ഡിപ്ലീഷനാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി പറഞ്ഞത് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ റോൾ ഓഫ് ഇന്ത്യ. അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് വന്നതുകൊണ്ട് ഇന്ത്യയിലുള്ള അതിൻ്റെ റോൾ എന്നാണ് പറഞ്ഞത്. പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്നാണ് പറഞ്ഞത്. മൾട്ടിനാഷണൽ കമ്പനീസ് കൂടുതലും പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് നടത്തുന്നതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതുപോലെ തന്നെ 2ാമത്തെ പോയിൻ്റാണ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്സ്. അത് മോസ്റ്റ് ഓഫ് ദി MNCs ട്രാൻസ്ഫർ ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് ടു ഇറ്റ്സ് പാരൻറ്റ് കൺട്രി. അതായത് ഒരുപാട് ഫോറിൻ എമൗണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. എവറി ഇയർ ലാർജ് സം ഓഫ് മണി ഫ്ലോ ഔട്ട് ഓഫ് ദി കൺട്രി ഇൻ ദി ഫോം ഓഫ് ഡിവിഡൻഡ്, പ്രോഫിറ്റ്, റോയൽറ്റി, ടെക്നിക്കൽ ഫീസ്. അതായത് ടെക്നിക്കൽ ഫീസ്, ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഫണ്ട് നമുക്ക് ഔട്ട്ഫ്ലോ ആയിട്ട് പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദി പോളിസി. കോൺസെൻട്രേഷൻ ഇൻ എ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തതുകൊണ്ട് കൂടി നമുക്ക് ക്യാപിറ്റൽ ഗുഡ്സ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റാണ് എവിടെ കിട്ടുന്നത്, ഈ മൾട്ടിനാഷണൽ കമ്പനീസ് വന്നത് ഇന്ത്യൻ കൺസ്യൂമർ മാർക്കറ്റിൽ കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒന്നും എന്ത് ചെയ്യുന്നത് ഡൊമസ്റ്റിക് കമ്പനീസ് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അത് ഹോസ്റ്റ് കമ്പനീസ് അവരുടെ ബിസിനസ്സിലേക്ക് അവരുടെ ലേറ്റസ്റ്റ് ആയ ടെക്നോളജീസ് ഒന്നും കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റാണ് വേഴ്സണിങ് ദി ഇൻകം ഡിസ്ട്രിബ്യൂഷൻസ്. അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ നോർമലായിട്ടും പ്രൊഡ്യൂസർ സെക്ടറിലേക്കോ അതേപോലെ പുവർ സെക്ഷനിലേക്കോ അങ്ങനെയൊന്നും ആയിട്ടും
അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പ്രോഫിറ്റ് മാക്സിമേഷന് കിട്ടുന്ന രീതിയിലേക്കാണ് അവർ ഏറ്റവും കൂടുതലായിട്ടും അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ഫണ്ട് പറഞ്ഞത്. മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏരിയയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നോ സോഷ്യൽ ഒബ്ലിഗേഷൻസ്. Multinational companies India try to maximize their profit. They exploit the natural resources in India of their advantages. അതുപോലെ they export the product from the India outside the countries and transfer the income from scale to their home countries. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് റിസോഴ്സസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതേപോലെ തന്നെ എക്സ്പോർട്ട് നടത്തുന്നതിൽ കൂടിയിട്ട് നമ്മുടെ എക്കണോമിക് സ്കെയിൽ എന്താണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസസ് ഇൻ്റർഫറൻസസ് അതിൽ പറഞ്ഞത് ബൈയിങ് ദെയർ ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ പവേഴ്സ് ദേ ആർ ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഇൻ ദി കൺട്രി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യും, അവരുടെ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഒരു രാജ്യത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. 9ാമത്തെ പോയിൻ്റാണ് കൾച്ചറൽ ഇറോഷൻ എന്ന് പറഞ്ഞത്. Indian culture, particularly with regard to dressing, eating habits, family relations, are quite different from the best of the world. But it is criticized that the activities of multinational companies with regard to type of products, advertisements and like erode to Indian culture. Indian cultural erosions ഒന്നും വരുത്താത്ത രീതിയിലുള്ള പ്രൊഡക്ട്സും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ നടത്തിക്കൊണ്ടാണ് മൾട്ടിനാഷണൽ കമ്പനീസ് പോകുന്നത് പറയുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ത്രെറ്റ് ടു ഇക്കോളജിക്കൽ ബാലൻസ്. അതായത് പൊല്യൂഷൻസിനൊന്നും ഹസാർഡ്സ് വരുത്താത്ത രീതിയിൽ എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തിക്കൊണ്ടാണ്, എൻവയോൺമെൻറ്റൊന്നും കേടുവരവ് വരുത്താതെ നല്ല രീതിയിൽ ഒക്കെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് മൾട്ടിനാഷണൽ കമ്പനീസ് വർക്ക് ചെയ്യുന്നത് എന്താണ് പറഞ്ഞത്. ഇപ്പം ഞാൻ ഇവിടുത്തെ ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസും അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ കൊണ്ടുവന്നതോട് കൂടിയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിലുള്ള റോൾസുമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.